നമ്മളിവിടെ സൂര്യനെ കണ്ടോ സൂര്യൻ ഇന്ന് കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാലും അത്ര പവറിലില്ല ആള്. കണ്ടോ, ഇപ്പോൾ ഇന്നൊക്കെ കുറച്ചും കൂടി വിസിബിളാണ് ഈ അടുത്തുള്ള ബിൽഡിംഗ് അല്ല, ഈ പ്രോപ്പർട്ടിയിലുള്ള മറ്റുള്ള റൂംസ്. ഇനിയിപ്പോൾ നമ്മൾ വിനാട്ടൻ ഇവിടെ എന്താ ചെയ്യണമെന്ന് നോക്കാലോ. ഓ, ബ്രെഡ് ആൻഡ് ജാം. ഇതാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ. നമ്മൾ ബ്രെഡ് ആൻഡ് ജാം കഴിച്ചിട്ട് പോവാണ്. കാരണം സ്പൂണില്ല, നൈഫില്ല, അത് സ്പാച്ചുലയില്ല, അതുകൊണ്ട് കൈയാണ് നമ്മുടെ ആയുധം. അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ കഴിച്ചിട്ട് ഇന്ന് പുറത്തേക്ക് ഇറങ്ങും. ഇൻഷാ അല്ലാ ഇന്നൊരു ബെറ്റർ ഡേ ആവട്ടെ. താങ്ക് യു. നമ്മളിപ്പോൾ നമ്മുടെ ഇന്നിങ്ങോട്ടുള്ള ശരിക്കും ഇറങ്ങാനായിട്ട് നാളെ കാലത്ത് കണ്ടിട്ട് നമുക്ക് പോകണം, എയർപോർട്ടിൽ പോകണം. ചെറിയൊരു മഞ്ഞൊക്കെ ഉണ്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള കൊക്കയാണ്. പ്രോപ്പർട്ടി ഇതാണ് കേട്ടോ. നമ്മൾ ഇത്രയും ക്ലിയർ ആയിട്ട് ഇന്നലെ പോലും നമ്മൾ ഈ വഴി കൂടെ പോയതാ. ഇന്നലെ നട്ടുച്ചയ്ക്കൊക്കെ ഇവിടുന്ന് പോയത്. എന്നിട്ട് പോലും നമ്മൾ ഈ വഴി ഇത്ര ക്ലാരിറ്റിയിൽ കണ്ടിട്ടില്ല. ഇന്ന് സൂര്യനൊന്ന് പൊങ്ങിയതാ. എന്റെ കൈസ്, ഇതാണ് ദൈവമേ നമ്മളുടെ നമ്മൾ ഇന്നലെ വന്ന വഴി ഇതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല. ഇന്നലെയും പിന്നാന്നും ഒക്കെ വന്ന വഴി ഇതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല. എന്തായാലും നമ്മളിപ്പോൾ ജബൽ സംഹാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്ന അന്നും മഞ്ഞായിരുന്നു. വ്യൂ പോയിന്റ് ഷാദ് വ്യൂ പോയിന്റിലൊന്നും വ്യൂ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ജബൽ സംഹാനും അതുപോലെ തന്നെ നമുക്കൊന്നും കാണാൻ, പതുക്കെ പോയാൽ മതി കേട്ടോ. നമുക്ക് ജബൽ സംഹാനും ഒന്നും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. ക്യാമൽസ് ഒരു പടയുണ്ട്. വേഗം പോകണ്ടെങ്കിൽ പോകുന്നോ? പക്ഷെ ഇവിടെ എന്തേ സൂര്യൻ ഇല്ലേ? ഇതെന്താ ചെളിയില്ലോ? പതുക്കെ പോയാ മതി. അവിടെ അതിൽ കൂടെ ചെളിയില്ലെന്നുണ്ട്. ഇവിടെ വഴി ഫുള്ള് ചെളിയാണ്. നമുക്ക് ക്യാമറയിൽ പോകാൻ പറ്റൂല. SUV വരെ ചെരിഞ്ഞും വളഞ്ഞൊക്കെ വരുന്നു. വേണ്ട വിനട്ടെ, നമുക്ക് തിരിച്ചു പോവാം. അയാൾ പൊക്കോട്ടെ, നമുക്ക് പോവാം. അപ്പൊ ജബൽ സുബ്ഹാനി ഈ വട്ടമില്ല കേട്ടോ ഗൈസ്. നമ്മൾ ആ ബോബബ് ട്രെയിനിൻ്റെ അടുത്ത് ഇന്നലെ വരെ വന്നതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഈ പൂളിൻ്റെ കാര്യം ഓർമ്മയിൽ വന്നില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതെൻ്റെ മിസ്റ്റേക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പൂളിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഒന്ന് വെള്ളത്തിലൊന്ന് കിടന്നിട്ട് ഹിപ്പോപ്പൊട്ടാമസിനെ പോലെയൊക്കെ ഒന്ന് കിടന്ന് കുറച്ച് നേരം കിടന്നിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമുക്ക് വീണ്ടും നമ്മളിപ്പോൾ സ്വിം വെയർ എന്ന് പറയാൻ പറ്റില്ല, പൂൾ വെയർ എന്ന് പറയാൻ പറ്റുമോ, അതൊക്കെ ഇട്ടിട്ട് ഇതേ വരുന്നു. കണ്ടോ, മല. ഇത് ഇവിടുന്നേയുള്ള മര അല്ല, അത് അവിടുന്ന് വേറെ ആണോ? ആ, പുളിയാണ് കേട്ടോ. ആണ് നമ്മളുടെ നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ.
അല്ലാതെ പൊന്നിനെ അങ്ങനെ പറയാൻ പറ്റുമോ? ബാ നമ്മളൊന്ന് അവിടേക്കൊന്ന് പോയിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളം കേട്ടോ, തണുപ്പില്ലാതിരിക്കില്ല. ഇവിടെയൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അറിയില്ല അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ചേട്ടാ അത് ഇന്നലെ കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഇന്നലത്തെ ദിവസത്തിൽ ഇത് പെട്ടേനില്ലേ? അല്ല പിന്നേട്ടോ, അത് മാത്രമേ നമ്മളിത് ഞാൻ ഓർക്കുന്നുണ്ടായില്ല ഈ പൂളിൻ്റെ കാര്യം. ഞാൻ വെള്ളത്തിലിറങ്ങാന്ന് പറയുന്നുണ്ട് എന്നല്ലാണ്ട് അത് ഏത് സ്ഥലം എന്ന് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായില്ല. അതെൻ്റെ തെറ്റാ. നല്ല ചോലയുടെ ഒച്ച കേൾക്കുന്നുണ്ട്. തലമുട്ടാതെ തന്നെ. നമുക്ക് ഇറങ്ങാൻ പറ്റും തോന്നുന്നില്ല ഗൈസ്. ഇവിടെ കുറേ ചെക്കന്മാരാണ്, നമ്മുടെ നാട്ടുകാരുമല്ല. പോയിരുന്നുണ്ട്. ഞാനിപ്പോൾ വെള്ളത്തിലിറക്കിയിട്ടുണ്ട്. നാച്ചുറൽ ഒരു ടാങ്ക് പോലെ ഇട്ടേക്കാണ്. നാച്ചുറൽ വാട്ടർ ഇങ്ങനെ ഒഴുകി വന്ന് ഇതിൽ ഫില്ലായത് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഒഴുകി പോകണം. നല്ല വഴുക്കലുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇറങ്ങി കയറി, ഞാൻ വെള്ളത്തിലിറങ്ങിയില്ല, ഞാൻ മുട്ടുവരെ ഇറങ്ങിയല്ലോ. ഇതിങ്ങനെ മീനിൻ്റെ പോലെ ഇങ്ങനെ ഉണങ്ങാൻ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ മിർബാദ് കാസിലിൻ്റെ അവിടെയാണ്. ഇതൊക്കെ കണ്ടോ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന കെട്ടിടങ്ങൾ. എനിക്ക് തോന്നുന്നു ഇത് ഓൾഡ് സലാല അങ്ങനത്തെ എന്തോ ആണെന്ന് തോന്നുന്നു. വാവ്, കുറേ ബോട്ടുണ്ടല്ലോ. ഫുഡ് കഴിക്കാം. ഇവിടെ തന്നെ മീൻ പിടിച്ച് ഇവിടെ തന്നെ തരുക. നമ്മളിവിടുന്ന് ബിരിയാണിയും ഒരു ഫിഷ് ഫ്രൈ ആണ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കോള ഇരുന്നോട്ടെ എന്ന് വെച്ചാൽ ചോദിച്ചപ്പോൾ കൊണ്ടുവന്നത് എന്താണെന്നറിയോ? ആ ഇരിക്കുന്ന സംഭവം കോളയുടെ ഡൂപ്പാ. ഇവിടെ കോള കിട്ടൂല. നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് മിർബാദ് കാസലിൻ്റെ അവിടേക്ക് ഇനി വീണ്ടും നമ്മൾ തിരിക്കുകയാണ്. ഈ ഫ്ലാഗ് ഉള്ളത് നമുക്ക് പോവാം. ഉള്ളിലേക്ക് ഫോൺ അലൗഡ് ആയിരിക്കണമെന്നില്ല, അതുകൊണ്ട് നമുക്ക് വിഷ്വൽസ് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അയ്യോ, ഫീസ് ഉണ്ടല്ലോ കർത്താവേ. ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ. നമുക്ക് പോകണോ? വേണ്ടല്ലോ. നമുക്ക് നോൺ റെസിഡൻസിന് 3 ഒമാനി റിയാൽസ് ആണ്. അത് കാരണം വെറുതെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതൊക്കെയാണ് കേട്ടോ ടൈമിങ്സ്. ഇതൊക്കെ നോക്കിയിട്ട് വന്നാൽ മതിയേ. നമുക്ക് കാസലിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്കിങ്ങനെ പീരങ്കിയൊക്കെ വെച്ചിട്ടുള്ള സംഭവമുണ്ട്. നമുക്ക് അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും ഒന്ന് ഫോട്ടോ എടുക്കണം. പുറത്തുണ്ട് പതുക്കിന് പോയാൽ മതി. പിന്നെ റോഡൊക്കെ ആകെ നല്ല റോഡാണ്. അതുകൊണ്ട് ബാഗ് പുറത്തും സ്പീഡ് പൊട്ടച്ചോണ്ടിരിക്കുക. 140, 150 സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ മിർബാദ്
മിർബാദ് കാസിൽ നിന്ന് തിരിച്ച് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു പച്ചപ്പും അങ്ങനെ മലയോരമൊക്കെ കണ്ടപ്പോൾ നമ്മൾ ചുമ്മാ അവിടേക്ക് ഒന്ന് കയറി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. നമ്മൾ അതിനകത്തും വാട്ടർഫോളിലേക്ക് പോകുന്ന വിഷ്വൽസ് ആണ് കേട്ടോ ഇത്. ഹൗ ബ്യൂട്ടിഫുൾ അല്ലേ, എന്ത് രസമാണ് കാണാൻ. നമ്മൾ മിർബാദ് കാസലിൽ പോയില്ലേ, അവിടെ ഫുള്ള് വെയിലാണ്. ഇപ്പം സമയം 1:37 കേട്ടോ. ഇവിടെ നോക്ക്, ഒരു 5:30-6 മണി ആ ടൈം പോലെ തോന്നുന്നില്ലേ. നമ്മൾ അതിനകത്തും വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് പോണേ. അതൊക്കെ അതിൻ്റെ ചോലയാണ്, ചോല. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക് കുറേ പേര് കാണാൻ പോകുന്നുണ്ട് കേട്ടോ. അത് കാണാൻ പോകാൻ നമുക്ക് നടക്കാനുള്ള ത്രാണിയും ഇല്ല, മടിയുമാണ്, സമയവും ഇല്ല. നമുക്കാകെ ഇന്നും കൂടി ആവുള്ളൂ. അങ്ങനെയാണ് ഏടാ Come on. Is it real? ഇതിൻ്റെ മുകളിൽ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായത് മുകളിലേക്ക് കയറിയിട്ട് അവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാർ. പക്ഷെ അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ഒരു ഭംഗി കാണാൻ പറ്റുമോ? ഓക്കെ, ഓക്കെ, കാണിച്ചാൽ മതി. മടി ആൾക്ക് ഇവിടെ എന്തായാലും. ഓ, ഇതാണ് വെള്ളം. സോറി ഗൈസ്, ഇറങ്ങി. ഷൂ നനഞ്ഞാലും വേണ്ടില്ല, ഒന്ന് ഇറങ്ങിയാലോ. നാളെ പോകേണ്ടതാണ്. ഗൈസ്, നമ്മൾ 1 മിനിറ്റ് കൂടെ ഉള്ളൂ. ഐൻ ഗർസസിലേക്ക് പോവാണ്. സോറി, ഐൻ ഗർസസ് അല്ല, ഐൻ റിസാർട്ടിലേക്ക് പോവാണ്. ഗൈസ്, നമ്മളിത് ഐൻ റിസാർട്ടിലാണ്. ഇടുക്കാച്ചി വ്യൂ ആണ്. ഐ മീൻ ഭയങ്കര പച്ചപ്പാണ്. ഇതാണ് വാദി ഗൈസ്, വാദി റിസാർട്ട്. അവിടെയും ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ട്. ഇത് നീലാടോ, പച്ചയാണ്. ഇതിൽ കാണുന്നില്ലല്ലോ. ആ, ഉണ്ട് ഉണ്ട് ഉണ്ട്. മറ്റേ മഞ്ഞളുടെ കുതിര പാത്തിച്ചിട്ട് ഇത് മറ്റേ കുതിര, നീലക്കുതിരയുടെ മേത്ത് അതിന് തോന്നി ചരണ്ടി കളഞ്ഞാൻ തോന്നുന്നുണ്ട്. നമ്മൾ കണ്ട ഗുഹ അവിടെ എത്തി. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഈ വഴിയൊക്കെ നമ്മൾ കയറിയതാ. ഗൈസ്, ഇത് നമ്മളുടെ ഇത്തിൻ കേവിലേക്ക് പോകുന്ന വഴിയാണ്. എൻ്റെ ഒന്നോ റൊമാനിയ കണ്ടിട്ടുണ്ട്. ശരിക്കും നല്ല രസമുണ്ടല്ലേ മൂടൽമഞ്ഞ്. അയ്യോ, എനിക്കിതാലോചിക്കുമ്പോൾ നമ്മളുടെ സംഹാന്റെ അവിടുത്തെ സ്ഥലത്തേക്ക് പോകേണ്ടതാലോചിക്കുമ്പോൾ ഇപ്പൊ തന്നെ നോക്കി ഇവിടെ ഇങ്ങനെ, അവിടെ എന്താവോ.
നമ്മുടെ വിനോദം കോടയും കൊണ്ട് വരുന്നുണ്ട്. ചെറുതായിട്ട് കോട പൊഴിയുന്നുണ്ട്. നോക്കൂ. നമ്മളിപ്പോൾ ഊട്ടി വഴി കൊടൈക്കനാലിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. സമയത്തിന് എൻ്റെ മേക്കപ്പോൾ 4:05 ആറില്ല. ഇതാണ് ഗൈസ് നമ്മൾ വന്ന ഇത്തിൻ കേഫ്. ഓക്കെ, കണ്ടോ, ഇതാണ് കേവ്. ഒരു ചെറിയൊരു ഗുഹ. അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങുവാണ്. ഇതവിടെ ചെറി ബ്ലോസമിൻ്റെ പോലത്തെ ഫ്ലവേഴ്സ് വെച്ചിട്ട്. ഇത് പ്ലാസ്റ്റിക് ആണോ? വയറൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇത് മഴ ആയതിട്ട് ഒരു ലൈറ്റ് കത്തിക്കാനുള്ള ഉദ്ദേശമായിരുന്നു ഇതുകൊണ്ട് കേട്ടോ. പക്ഷെ മഴ ആയിട്ടൊന്നും നടന്നില്ല. പക്ഷെ ഇതും ആ കേവിൻ്റെ ഭാഗമാണ് കേട്ടോ. കണ്ടോ, ഈ പാറയുടെ മുകളിൽ നല്ല വലിയ മരങ്ങൾ. അതിനെന്ത് പൈസ ഉള്ളല്ലേ അല്ലേ വിനോട്ടാ? മരത്തിനെ കഴിഞ്ഞടാ, ഇത്രേ ഉള്ളൂ. നോക്ക്. ദഹരീസ് ബീച്ചിലെത്തി. അവിടെ നല്ല നമ്മളെത്തിട്ടോ. ഇതാണ് ദഹരീസ് ബീച്ച്. നമ്മുടെ വിനോദത്തിന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഹലോ, ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ കടലാണ്. അപ്പോൾ നമ്മൾ കടലിൽ കണ്ടു കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോവുക. റൂമിൽ പോയതിന് ശേഷം നാളെ പോകാനുള്ള പരിപാടി പാക്ക് ചെയ്യുക. റൂമിലേക്ക് പോകുന്നുണ്ടല്ലോ, ഇത് 1.5 പോക്കാണ്. പോകിക്കൊണ്ടൊരു 1.5 പോക്കാണ്. ഇങ്ങനെ നോക്കി പോകണം. കണ്ണൊക്കെ വേദനെടുത്ത് വളർത്ത് വിളിക്കും. ഇത് നല്ല രസം. ഇന്നിവിടെയുള്ളോ? നാളെ രാവിലെ പോരണല്ലോ അല്ലേ? അത്ര പ്രശ്നമല്ല. പക്ഷെ നാളെ രാവിലെ നമ്മൾ 5 മണിക്ക് ഇറങ്ങുവാണെങ്കിൽ ഇരുട്ടല്ലേ? ഇരുട്ടാണോ എനിക്കറിയില്ല. നമ്മളെ നേരത്തെ എനിക്കകത്ത് നമുക്ക് അറിയില്ല. കണക്കന്നെ. കണ്ടോ, കോക്കനട്ട് ട്രീ ഒക്കെ ഉണ്ട് ബീച്ചിന്റെ സൈഡില്. പക്ഷെ ബീച്ചിന്റെ സൈഡില് നമ്മൾ കോക്കനട്ട് ട്രീ കണ്ടത് ഈ ബീച്ചിൽ മാത്രല്ലേ? ഇതാണ് ഇതിന്റെ അട്രാക്ഷൻ. ഈ കോക്കനട്ട് ട്രീയുടെ ഉള്ളിൽ കൂടെ ഉള്ള ബീച്ച് വ്യൂ ആണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. ഗൈസ്, നമ്മളങ്ങനെ ദഹരീസ് ബീച്ച് ഒരു ബീച്ചിൽ വെച്ചാണ് നമ്മൾ തുടങ്ങിയത് നമ്മളുടെ സലാല ട്രിപ്പ്. അനന്തരയുടെ ബീച്ചിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അനന്തരയുടെ എക്സ്റ്റൻഷൻ, അനന്തരയുടെ അവിടെയുള്ള ബീച്ച് എന്ന് പറയുന്നത് ഈ ദഹരീസ് ബീച്ചിൻ്റെ എക്സ്റ്റൻഷൻ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം വാട്ടർ സീംസ് സിമിലർ, വാട്ടറിൻ്റെ കളർ സീംസ് സിമിലർ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ പോവാണ്. ഇതായിരുന്നു നമ്മളുടെ 3 ഡേയ്സിൻ്റെ നമ്മുടെ സഞ്ചാരി കമ്പാനിയൻ. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിക്കുവാണ്. അതിൽ കാണുന്നില്ല അല്ലേ? അതിൽ ആ യെല്ലോ കളർ ഡ്രൈവിംഗ് സീറ്റിൻ്റെ മുകളിലുള്ളത് ടർക്കി. ഗൈസ്, നമ്മൾ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ സിറ്റിയിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വാദി ദർബാത്തിൻ്റെ വഴി കൂടെയാണ് ഇത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പറയുന്നത് നമ്മൾ അന്ന് വന്നപ്പോൾ ഈ വഴിയല്ലേ വന്നത്, പക്ഷെ സിറ്റിയിൽ നിന്ന് തന്നെ അന്ന് വന്നത്, അപ്പം ഈ വഴിയല്ലേ വന്നത്. പക്ഷെ വാദി ദർബാത്ത് പറഞ്ഞ ആ ബോർഡ് കണ്ടിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേർക്കും അത് മനസ്സിലായേനെ. കാരണം അത്രയും ഫേമസ് ആയ സംഭവമാണല്ലോ. നമ്മൾ ഇറങ്ങിയപ്പോൾ മുതൽ ആ ഡ്രൈവർ, എയർപോർട്ടിലുള്ള ഡ്രൈവർ വരെ പറഞ്ഞത് നിങ്ങൾ വിട്ടോ, വേഗം വിട്ടോ വാദി ദർബാത്തിലേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിട്ടതാ. അപ്പോൾ നമ്മൾ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മൾ രാത്രി 11 മണി ആയതുകൊണ്ട് നമ്മൾ ആ സമയത്തൊക്കെയാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത്, അപ്പോൾ ഇനി അതുകൊണ്ടായിരിക്കുമോ എന്ന് വിചാരിച്ചു. പക്ഷെ എങ്കിലും ലൈറ്റ് കാണുമ്പോൾ ബോർഡ് കാണുമല്ലോ, ബോർഡ് റീഡബിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, ഈ വഴിയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്താ നമ്മൾ ശ്രദ്ധിക്കാഞ്ഞെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ഡേ ഇൻ സലാല.
അപ്പോൾ അല്ല ലാസ്റ്റ് ഡേ ഇൻ സലാല കഴിഞ്ഞു, ഇന്നായിരുന്നു. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് നമ്മുടെ പ്രോപ്പർട്ടിക്ക് പോവാണ്. അപ്പോൾ ഇന്നും കൂടി ഉള്ളൂ ഈ ഒരു ഭീകരത നിറയ്ക്കുന്ന വഴിയിലൂടെ, കോടയൊക്കെ മൂടിയ വഴിയിലൂടെ പോകുന്നത് ലാസ്റ്റാണ്. ഇന്ന് ദൈവം സഹായിച്ച് ഒന്ന് അപകടമൊന്നും ഇല്ലാണ്ട് അവിടെ എത്തിയാൽ മതി. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പേടിച്ചിട്ട് ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടായിരുന്നേ. നമ്മൾ നാച്ചുറൽ സ്വിമ്മിങ് ഇൻഫിനിറ്റി പൂള് എന്ന് പറഞ്ഞിട്ട് ബാബർ ട്രീസിൻ്റെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ട്. ഞാൻ ഓൾറെഡി ഞാൻ എൻ്റെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇങ്ങോട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ, ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളിൽ. പക്ഷെ ഇന്നലെ എന്തോ ഞാനത് വിട്ടുപോയി. അപ്പോൾ ഞാൻ ഇന്ന് എന്നിട്ട് അത് എവിടെയാണ് കൃത്യമായിട്ട് സ്ഥലം, നമ്മൾ പോണ അടുത്തൊക്കെയാണെങ്കിൽ പോവാലോ എന്നുള്ള രീതിയിൽ ഇന്ന് ജസ്റ്റ് യൂട്യൂബും ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയപ്പോൾ ഉണ്ട് കഴിഞ്ഞ വർഷം ഇങ്ങനെ അവിടെ പോയി വിസിറ്റ് ചെയ്ത ആൾക്കാരുടെ ഒരു വീഡിയോ കണ്ടുട്ടോ. അതിലവർ പറയാ ഇതൊന്നും പേടിക്കണ്ട, ഇതൊക്കെ ഉരുൾപൊട്ടിയിട്ട് കിടക്കണതാ ഇത്. പക്ഷെ പേടിക്കാനില്ല. എന്താ പെട്ടെന്ന് അത് ഇത്രയും നാളിങ്ങനെ ഇതല്ല ശരിക്കുള്ള വഴി, ഇതിപ്പോൾ ഉരുൾപൊട്ടിയതുകൊണ്ട് കല്ലൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ്. എന്തൊരു ഇതായിട്ട് പറയണേ. അതുപോലെ തന്നെ നമ്മൾ വരുന്ന വഴിയിൽ ഇങ്ങനെ ഒരു മലയുടെ സൈഡിൽ ഇപ്പോൾ പോകുമ്പോഴും കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇപ്പോൾ ഈവനിങ് രാത്രി ആയതുകൊണ്ട് അല്ല, രാത്രിയിൽ പോകുമ്പോൾ നമ്മൾ അല്ല വേറൊരു സ്ഥലത്തേക്ക് ഒരു മലയുടെ സൈഡിൽ നമ്മൾ ഈ പറഞ്ഞ സംഭവം തന്നെ ബാബർ ട്രീസിന്റെ ഒക്കെ ആ വഴി, ആ ആന്റി ഗ്രാവിറ്റിയുടെ ആ റോഡൊക്കെ പിടിച്ച് പോകുന്ന സമയത്ത് അവിടെയും എഴുതിയിട്ടുണ്ട് ഇങ്ങനെ, ഐ മീൻ ആ ഒരു മലയുടെ സൈഡിൽ നിന്ന് ഇടിഞ്ഞു വീണിട്ട് റോഡിലേക്ക് ഇടിഞ്ഞു വീണിട്ട് അല്ല, അത് ശരിക്കും നമ്മളിപ്പോ കോൺക്രീറ്റ് ഇത് കണ്ടില്ലേ, അവിടെ ഒക്കെ കല്ലായിരുന്നു അതില്. അപ്പോൾ നമ്മൾ ആ വരുന്ന റോഡിലും സൈഡില് മലയുടെ സൈഡിൽ ഇടിഞ്ഞിട്ട് കല്ലുകൾ വീണ് കിടക്കുന്നുണ്ട്. സൈഡിൽ അവിടെ പോലീസിന്റെ വാർണിംഗ്, സ്ലോ ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡും നമ്മൾ സൈൻ ബോർഡ് കണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂല നമുക്ക്. എന്താ പറയാ, എത്ര ക്രൂഷ്യലാണ് അല്ലെങ്കിൽ എത്ര റിസ്ക്കിയാണ് നമ്മുടെ റോഡിൽ നിന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം മൂടല് ആണ് നമ്മളുടെ ഒന്നാമത്, നമ്മുടെ ഹിൽ റേഞ്ചിലാണ് നമ്മളുടെ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട്. ഇന്നും കൂടി ദൈവം സഹായിച്ച ഒരു ആപത്തും കൂടാണ്ട് അവിടെ എത്തിയാൽ മതിയായിരുന്നു. പക്ഷെ ഇതൊരു ബ്യൂട്ടിഫുൾ സീനറിയാണ്, നിങ്ങൾക്ക് എപ്പോഴും കാണാം. ഇപ്പോൾ ഇവിടെ സമയം 6:53. പക്ഷെ എന്ത് രസമാണ്. ഇതൊക്കെ വിട്ടിട്ട് നമ്മൾ നമ്മളുടെ ഡെസേർട്ട് ലൈഫിലേക്ക് പോവാണ്. നാളെ മോർണിംഗ് നമ്മൾ തിരിക്കും. ഇവിടുന്ന് ഒരു 5 മണി ആകുമ്പോഴേക്കും ഇറങ്ങണം. 4:45 5 മണി 6 ഒരു ടൈമിൽ നമുക്ക് ഇറങ്ങണം. അല്ല, 1 മണിക്കൂറുള്ളൂ. അപ്പോൾ 4:30 5 മണി ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തായാലും ഇറങ്ങും. അപ്പോൾ ഇപ്പോൾ പോയിട്ട് വേഗം കിടന്നൊക്കെ ഉറങ്ങണം, പാക്ക് ചെയ്ത് വെക്കണം. സാധനങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കാണ്. അതൊക്കെ ചെയ്ത് നമ്മൾ സലാലിനോട് വിട പറയും. അപ്പോൾ ഇതാണ് ഒരു അത്യാവശ്യം വെളിച്ചത്ത് കിട്ടുന്ന ലാസ്റ്റ് ഫുട്ടേജസ്. അപ്പോൾ ശരിക്കും നമുക്ക് വിഷമമുണ്ടല്ലേ? എനിക്ക് നല്ല വിഷമമുണ്ട് പോവാൻ. ഇതിനാണ് വിഷമമുണ്ടോ? ഇല്ല, എന്താ ഇതിനായിട്ട് വിഷമമില്ലാത്ത? ഡ്യൂട്ടിക്ക് നിർബന്ധമാണ് പോകുന്നത്. കാരണം ഞാൻ അത്ര പെൻഡിങ് വർക്കുകളും മെസ്സേജുകളും അയച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് വരാം ഇന്ന് വരാന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഡ്യൂട്ടിയിൽ കയറിയാലാണ് ശരിയാവുള്ളൂ, ഒന്ന് ഓർഡർ ആവുള്ളൂ. അത് കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ആവുമ്പോ ഇത് മിസ് ചെയ്യോ? മിസ് ചെയ്യും. പക്ഷെ ഞാൻ എനിക്ക് കുറച്ചുകൂടി പ്രിപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രോബ്ലം ആയിപ്പോയി. എനിക്ക് ശരിക്കും ഒരു SUV വേണം, കുറച്ചുകൂടി ആൾക്കാർ വേണം കൂടെ, എന്നാലും ട്രിപ്പ് എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ടാളും നമ്മളൊരു ഹണിമൂൺ വരുന്ന പോലെ വന്നു പോയി മാത്രം. കുറച്ച് മണ്ടന്മാര് ഇടയ്ക്ക് ചളിപ്പടിക്കാനും പേടിക്കാനും കൂടെ ആളെ വിട്ടേക്കുന്ന സന്തോഷമുള്ളൂ. ശരിയാ, നമ്മളുടെ ഈ കോടയുടെ ഉള്ളിൽ കൂടെ പോകുമ്പോ ഒരു 3-4 ആൾക്കാർ പിന്നിലിരുന്ന് ചേട്ടാ സൂക്ഷിച്ചിട്ടാ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് നല്ല രസമല്ലേ. അപ്പൊ അതൊക്കെ അവര് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അവര് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ട്രിപ്പ് ജോളിയാവും, ഭയങ്കര ലൗഡാവും നമ്മളുടെ ട്രിപ്പ്.
നമ്മുടെ ട്രിപ്പ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. നമ്മൾ രണ്ടുപേരും മാത്രം ഒരു മൂലയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന ഒരു മൂലയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, നമ്മൾ തിരിച്ചു പോരുന്നു. ഇല്ല, മറ്റൊരു ട്രിപ്പ് ഒരു ഗ്യാങ് ആയിട്ട് പോകുമ്പോൾ അതങ്ങനെയല്ലല്ലോ, അതൊരു വേറെ വൈബ് തന്നെയാണ്. പക്ഷെ ഇതൊരു വേറെ വൈബ് തന്നെയാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ മിസ് ചെയ്യും, എന്തായാലും ഞാൻ മിസ് ചെയ്യും സലാലെ. എനിക്ക് ഇവിടുത്തെ വാട്ടർ ബോഡീസൊക്കെ ഇഷ്ടപ്പെട്ടു, പച്ചപ്പ് ഗ്രീനറി ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ സ്വിറ്റ്സർലാൻഡിലും കശ്മീരിലൊക്കെ കാണുന്ന പോലത്തെ കുന്നിൻ ചെരുവുകൾ, മലയുടെ അടിവാരങ്ങൾ, ഇങ്ങനെ എന്താ പറയുക, പച്ചപ്പ് പൊതച്ച് എന്താ പറയുക, എനിക്ക് അങ്ങനെ തോന്നുന്നു. ഒരു പുതപ്പ് മൂടിയിട്ടിരിക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു പച്ചപ്പുണ്ട്, ഓരോ മലകളെ, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് മിസ് ചെയ്യും. അപ്പോൾ എനിക്കിത് ടോട്ടലി സലാല വേർത്തി ട്രിപ്പായിരുന്നു. കുറച്ച് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും എക്സ്പെൻസ് കൂടിയോന്ന് എനിക്കറിയില്ല. വീട്ടിൽ ചെന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇനി ചെയ്യാനായി, ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൺഫേം ചെയ്ത് പറയാനായിട്ട്. പക്ഷേ എന്താ പറയുക, ടോട്ടലി സലാല ട്രിപ്പ് എല്ലാവരും ഒന്ന് ലൈഫിൽ ഒരു വട്ടെങ്കിലും പോയി വിസിറ്റ് ചെയ്യേണ്ട. പ്രത്യേകിച്ച് ഈ തൊട്ടടുത്തുള്ള GCC കൺട്രീസിലൊക്കെ ഉള്ളവർക്ക് അവിടെ നിൽക്കുന്ന ആ ഡെസേർട്ട് ലൈഫിൽ നിന്നൊരു മാറ്റം ഭയങ്കര ഇവിടെ വരുമ്പോഴാണ് തോന്നുന്നത് അത് നമുക്കൊരു എവിഡന്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് ആയിരിക്കും. അത് സത്യം പറഞ്ഞാൽ 5 ദിവസത്തേക്ക് വരണം. 5 ദിവസം ഓക്കെ, ഒരു നല്ലൊരു SUV ഉണ്ടെങ്കിൽ അടിപൊളി. ഇത് ഫോഗ് ലാമ്പൊക്കെ വേണം, എന്നാലൊക്കെയാണ് ശരിക്കും. പിന്നെ കൂടെ കട്ടയ്ക്ക് നിൽക്കണ 2-3 പേരും വേണം രസകരമായിട്ട്. എന്നാൽ നമുക്ക് പിന്നെ എല്ലാം നമുക്ക് പ്ലാൻ ചെയ്യണം ശരിക്കും, എവിടേക്കൊക്കെ പോകണം, എവിടെ താമസിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ അടുത്ത ട്രിപ്പിൽ അതൊക്കെ സെറ്റാക്കും. പക്ഷെ നമുക്ക് പ്ലാനൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ എവിടെ താമസിക്കണമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു പ്ലാൻ മിസ്സായില്ലോ. നമ്മൾ ഈ രാത്രി മഞ്ഞത്തേക്ക് അവിടെ ഇത് നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്തത് കൊണ്ടല്ലേ, നമുക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും, നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം നമ്മൾ ഈ ട്രിപ്പിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ ഒരു സൈഡിൽ പോയിട്ട് റൂം എടുക്കരുത്, ഏതെങ്കിലും ഒരു എൻഡിൽ പോയിട്ട് റൂം എടുക്കരുത്, സിറ്റിയിൽ എങ്ങനെ റൂം എടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും പോയിട്ട് വരാൻ എളുപ്പമാണ്. ഇത് ഒരു ഡയറക്ഷനിലാകുമ്പോൾ നമ്മൾ അറ്റം പോയി കഴിഞ്ഞാൽ ആ ഒരു 2 hours നമ്മളുടെ മിസ്സാണ്, നഷ്ടപ്പെടുകയാണ്. അങ്ങനെ അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ കോടയൊക്കെ ഉള്ള സമയത്ത് ഹൈ റേഞ്ചിൽ അതൊക്കെ നോക്കിയിട്ട് വേണം ട്രിപ്പ് ബുക്ക് ചെയ്യാൻ, സ്റ്റേ ബുക്ക് ചെയ്യാൻ. അതൊക്കെ മനസ്സിലായി. പക്ഷെ മനസ്സിലായ കാര്യങ്ങളൊന്നും ഇനി ഓർത്ത് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും ഈ ട്രിപ്പ് നമ്മൾ ഈ വഴിക്ക് വന്നത് പെട്രോൾ പമ്പ് ചെറിയ സിറ്റി എവിടെയൊക്കെയാണെന്ന് പറഞ്ഞില്ലേ, അത് പക്ഷെ ഇവിടെയാണോ? 22 മിനിറ്റ്. പക്ഷെ അന്ന് വന്നപ്പോ ഇവിടെയൊക്കെ നല്ല കോടയായിരുന്നു. പക്ഷെ ഇന്ന് അത്ര ഇല്ല അല്ലേ? ഭാഗ്യണ്ട്, ഇവിടം വരെ കോട കിട്ടിയില്ല ഗൈസ്. കാരണം എന്താന്ന് വെച്ചാല് അന്ന് വന്നപ്പോ എന്റെ പൊന്നെ ഇവിടം വരെ നമ്മൾ എത്തിയത് എത്ര പേടിച്ചിട്ടായിരുന്നു അറിയാം. ഇവിടെ ഒക്കെ വഴിയിലൊക്കെ കോട കിട്ടിയിരുന്നു നമുക്ക്. പക്ഷെ അന്ന് നമ്മള് ഉണ്ടായിരുന്നു വിനോട്ടാ. അല്ല, അത് നമുക്ക് അറിയാണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം നല്ല കോട തന്നെ കിട്ടിയിരുന്നു കേട്ടാ. എന്നിട്ട് നമ്മള് ഞാൻ ആലോചിച്ചത് ഇത് ഇത്രയും കോട കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ടൗണോ, ഇതിന്റെ ഉള്ളിലൊരു ടൗണോ, ഇത് ആര് വരാനാ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇവിടം വരെ അത് കാരണം ഇതുവരെ കോട കിട്ടില്ല. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു അത് അത്യാവശ്യം പാതിരാത്രിനോട് അടുത്തിരുന്നു. ആ ടൈം അർദ്ധരാത്രി ഒക്കെ ആവണ ടൈമില് അപ്പോൾ അർദ്ധരാത്രി ആയതുകൊണ്ടും അന്ന് ഭയങ്കര മഞ്ഞൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. മഴയൊക്കെ പെയ്ത് മഞ്ഞൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. ആണോ? അന്ന് കഴുതിയ കണ്ട ഭാഗമാണ് കേട്ടോ. ഇന്നതേ പശുക്കളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇന്ന് പിന്നെ സൂര്യൻ ഉദിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും. ബാസ്കിൻ റോബിൻസിന്റെ ഡൂപ്പ്. ഇതെന്താ അതിന് പേരിട്ടിരിക്കണ? ഫുൾ അറബിയിലൊന്നും വായിക്കാനൊന്നും പറ്റില്ല.
പക്ഷെ അത് ഐസ്ക്രീം ഒന്നല്ല, മറ്റേ എന്ത് സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇതൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു, സൂര്യനൊക്കെ ഉദിച്ചതുകൊണ്ടാന്ന് തോന്നുന്നു അത്രയും ഇത് കാണാനില്ല. നമ്മളുടെ സമയം കണ്ടോ, 10 മിനിറ്റ് 10 കിലോമീറ്റർ ഉള്ളു. പക്ഷെ കണ്ടോ നല്ലതായിട്ട് നമുക്ക് കാണാം, വിസിബിലിറ്റി. പിന്നെ ഇന്നലെ വന്നപ്പോ ഓറഞ്ച് ലൈറ്റ് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ സ്ട്രീറ്റ്. ഇത് ഞാൻ പേടിച്ചു പോയിട്ടാ, തൊട്ടകം പശുവാണോന്ന് വിചാരിച്ചത്. 10 മിനിറ്റിൽ നമ്മൾ എത്ര കോളയിൽ എത്ര പേടിച്ചിട്ടാണ് നമ്മൾ പോയിരുന്നതെന്ന് നിങ്ങൾക്കും നമ്മളുടെ ഒപ്പം ട്രാവൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും മനസ്സിലാവും എന്ന് വിചാരിക്കുന്നത്. ഇതിപ്പോ അതെ 20 കിലോമീറ്റർ പിന്നായിട്ട് എങ്ങനെ കോടയിൽ ഓടിച്ചിരുന്നു. അടയ്ക്കാൻ പറ്റില്ല. ഒരു എത്ര മീറ്റർ വിസിബിലിറ്റി ഉണ്ട്? ഒരു 2-3 മീറ്റർ വിസിബിലിറ്റി ഉണ്ടോ കഷ്ടി. 3 മീറ്റർ ശരിക്കും ഇല്ല. അങ്ങനെ വഴിതിരിയാൻ ആ കൂടി ഒരു ലക്ഷണം എന്താ വെച്ചാല് ഈ സൈഡിലെ ഈ വെള്ളവരിയോ അല്ലെങ്കിൽ ഈ റൈറ്റ് സൈഡില് പുല്ല്, ഈ സൈഡില് ഈ ലൈറ്റ്. അതെ, റൈറ്റ് സൈഡില് ഈ പുല്ലും ഈ നടുവിലുള്ള ആ ഒരു മറ്റൊരു ലൈറ്റ് പോലത്തെ സാധനങ്ങൾ ഉണ്ടാവില്ലേ, ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് അവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മളുടെ ഒരു ബോർഡർ വെച്ചിട്ട് നമ്മൾ പോണത്. നമ്മുടെ ട്രാക്കിന്റെ ബോർഡർ വെച്ചിട്ട് 10-20 സ്പീഡിലാണ്, ഒരാള് ഓടുന്ന സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അൽഹംദുലില്ലാ എല്ലാം ഇതുവരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. നമ്മള് ഇവിടം വരെ നമ്മളുടെ പ്രോപ്പർട്ടിയുടെ ലൈറ്റൊക്കെ ഇത്ര ദൂരത്തുനിന്നേ കിട്ടി കാണാൻ പറ്റുന്നുണ്ടായി. ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ പ്രോപ്പർട്ടിയൊക്കെ ഇത്ര വെളിച്ചത്തിലൊക്കെ കാണുന്നത്. ഇങ്ങനെ ലൈറ്റ് ഉണ്ടെങ്കിലും ലൈറ്റിന് ചുറ്റും ഫോഗായിട്ട്. ഇവിടെ നിന്ന് കുറേ പേരുണ്ടല്ലോ ഇന്ന്. പ്രോപ്പർട്ടി ഇത്ര വെളിച്ചത്തിൽ നമ്മള് ശരിക്കും നല്ല പ്രോപ്പർട്ടിയൊക്കെ തന്നെ അല്ലേ. ഇവിടുത്തെ കിച്ചൺ 9 o'clock ക്ലോസ് ചെയ്യുന്ന പറഞ്ഞേ. അപ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന ആൾക്കാരും ആയിരിക്കാം ചിലപ്പോൾ റോഡിൽ നിൽക്കുന്നത്.